ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള അവിലാണ്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കുതിർത്തി വയ്ക്കണം. അല്ലെങ്കിൽ ഒരു നല്ല തിന്നായിട്ടുള്ള അവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് ഒക്കെ കുതിർത്തി വെച്ചാൽ മതിയാകും. നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അവിലൊന്ന് കുതിർത്താൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അവിലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊടികളാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അവിലും ഉരുളക്കിഴങ്ങും മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നമുക്കത് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സിൽ നിന്ന് പകുതി എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചപ്പാത്തി പലകയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, കുറച്ച് കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയോടുകൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 അറ്റവും നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. 4 സൈഡ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം
നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്നാക്സ് എല്ലാം ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം കരിഞ്ഞിട്ട് ഉള്ളു വേകില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ട് വശവും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. അവിലും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.